ചിങ്ങമാസത്തിലാണ് കൊയ്ത്ത് നടക്കാറ്. കൃഷിയുമായി ജീവിക്കുന്ന ആളുകൾക്ക് ഇടവപ്പാതിയും കർക്കിടകവും ദുരിതത്തിന്റെ നാളുകളാണ്. മഴ മാറി മാനം തെളിഞ്ഞ് വസന്തകാലം വരുന്നത് ചിങ്ങമാസത്തിലും. ഓണസദ്യയിൽ പലതരത്തിലുള്ള പച്ചടികൾ ഉണ്ടാകുമെന്ന് പഴമൊഴിയുണ്ട്. മധുരം, പുളി, ഉപ്പ് ഇവ രുചികളുടെ സമത്വത്തെ പ്രതിനിധീകരിക്കുന്നു. ചെറുതായി കട്ട് ചെയ്ത പൈനാപ്പിളിൽ നിന്ന് കുറച്ച് അരച്ചെടുത്ത് ഉപ്പും മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ശർക്കരയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി വേവിക്കുക. ശേഷം ചിരകിയ തേങ്ങ, പച്ചമുളകും കടുകും കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുത്ത് പൈനാപ്പിളിലേക്ക് ചേർക്കുക. അതൊന്ന് തിളച്ചു വരുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് തൈര് ചേർത്ത ശേഷം അതിലേക്ക് വേണ്ട താളിപ്പിനായി ഒരു ചെറിയ പാനിൽ എണ്ണയൊഴിച്ച് കടുക്, കറിവേപ്പില, വറ്റൽമുളകൊക്കെ ചേർത്ത് മിക്സ് ചെയ്താൽ പൈനാപ്പിൾ പച്ചടി റെഡി. പൈനാപ്പിളിന്റെ മധുരവും ചെറുതായി വരുന്ന പുളിയും ചേർന്നപ്പോൾ ഓണസദ്യയിൽ പ്രധാനപ്പെട്ട ഒരു വിഭവമായി ഈ പൈനാപ്പിൾ പച്ചടി.